എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സ് ആണ്. മുട്ട വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ ഇത്. നമുക്കിത് ഉണ്ടാക്കി എടുക്കാനാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കൊണ്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം വലിപ്പമുള്ള 4 സവാള ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. ആ ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി സവാള നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു 2 കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ചുവ മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണിത്. 1 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചെറിയതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു പൊടികളുടെ ആ ഒരു പച്ചച്ചവയൊന്ന് മാറാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മാത്രം ഇതുപോലെ നമ്മൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഒരു നുള്ളു പഞ്ചസാര നമ്മൾ ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് കണ്ടില്ലേ ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് അളവിൽ ഞാൻ മൈദ ഇട്ട് കൊടുക്കുകയാണ്. 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ നിങ്ങൾക്ക് മൈദ അളന്നിട്ട് എടുക്കാം. ബാക്കി നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഗ്ലാസ്സിലെടുക്കുമ്പോൾ. ഈ ഒരു മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ അതായത് 125 ml ഞാൻ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. സാധാ നോർമൽ വാട്ടർ നമ്മൾ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ഇളം ചൂടുള്ള വെള്ളം തന്നെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 1.25 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റന്റ് ഈസ്റ്റോ ഡ്രൈഡ് ഈസ്റ്റോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് ആ ഒരു ഈസ്റ്റ് ഒന്ന് പൊങ്ങി കിട്ടുന്നതിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു ഏകദേശം ഒരു 5-6 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഈസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിരിക്കും. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ഈസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റിൻ്റെ ഈ ഒരു മിക്സ് ഈ ഒരു മൈദയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ കുഴച്ചതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ വീണ്ടും ഒരു 1-2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ആ ഒരു 1/2 കപ്പ് കൂടാതെ. ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. ഈ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആക്കി വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓവർ സോഫ്റ്റ് ആയി പോകരുത് കേട്ടോ. ഒരു മീഡിയം സോഫ്റ്റ്. ഓവർ സോഫ്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പരത്താനും മടക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു മീഡിയം സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റാക്കി ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മാവും കൂടെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു മാവിൻ്റെ മുകളിൽ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മാവിൽ നിന്ന് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു കോട്ടൺ തുണി നനച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് 1 മണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു മാവ് നല്ല ഡബിളായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ മാത്രം മതി. തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചും കൂടി സമയം കൂടുതലെടുത്തുന്നിരിക്കും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കോഴിമുട്ട പുഴുങ്ങിയതാണ്. ഞാനിപ്പോൾ ഇതിൽ 5 എണ്ണം കാണിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു അളവിൽ നമുക്ക് 4 മുട്ട മതി കേട്ടോ. അപ്പോൾ 4 കോഴിമുട്ട ഇതുപോലെ എടുക്കുക. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 കോഴിമുട്ടയൊന്ന് പൊട്ടിച്ചൂറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചിട്ടെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുക്കാം.
ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു മാവ് 1 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ഡബിൾ ആയിട്ട് തന്നെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മാവ് ഇതുപോലെ നമുക്ക് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാം. ഒരെണ്ണം നമ്മൾ പരത്തിയെടുക്കുന്ന ഒരു സമയത്ത് ബാക്കി മാവ് നമ്മൾ ഇതുപോലെ അടച്ച് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു മാവിൽ നിന്ന് ഉണങ്ങിപ്പോവും. ഇനി ഒരു കൗണ്ടർ ടോപ്പിലേക്കോ ചപ്പാത്തി പലകയിലേക്കോ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടി ഒന്ന് തൂക്കി കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടി തൂക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു മാവിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പൊടി ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഒരുപാടങ്ങ് കട്ടി കുറയ്ക്കാതെ ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് നമ്മൾ റൗണ്ടാക്കി ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്കിത് രണ്ടായിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഈ ഒരു മാവ് പരത്തിയതിന് ശേഷം ഇതിലൊരു ഫോർക്ക് വെച്ചിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമ്മളിതിൽ ഈസ്റ്റ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടി ഓവറായിട്ട് അങ്ങ് പൊങ്ങി വരും. അപ്പോൾ ഒരുപാട് അങ്ങ് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വല്ലതും വെച്ചിട്ട് ഇതിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രം ഒരു ടീസ്പൂണൊക്കെ ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ആ ഒരു ഫില്ലിങ് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മുട്ട എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം ഒരു പീസ് ഇതുപോലെ എല്ലാത്തിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ മുട്ടയും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് മടക്കിയിട്ടെടുക്കാം ഓരോന്നായിട്ട്. ഇത് കുറച്ച് മൈദയിൽ ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലൊന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ആ ഒരു സൈഡൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മളിത് റെഡിയാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ നമ്മളൊന്ന് മടക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ഒരു വെള്ളത്തിൻ്റെ ഒരു ബാറ്ററിയിൽ അത് ഇതുപോലെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു അറ്റത്ത് ഇതിലും കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ഒരു അറ്റം കൂടി പിടിച്ചിട്ട് ഇതിൽ നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരുപാട് ബലത്തിലല്ല, പതിയൊന്ന് പ്രസ് ചെയ്ത് വേണം നമ്മൾ ഇതിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു അറ്റത്ത് മൈദയുടെ വെള്ളത്തിൻ്റെ ഒരു ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു അറ്റം കൂടി പിടിച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചിട്ടെടുക്കുക. ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാതെ വന്നിട്ട് നമ്മൾ ഇതിലൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ട്, ഇതുപോലെ നമ്മളൊന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പുറമെ നമ്മൾ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരുപാടങ്ങ് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ഹോൾസ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് മൈദ തൂക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് അതിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ കുറച്ച് മൈദ ഏറെ തന്നെ തൂക്കി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് മടക്കിയിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ മടക്കിയെടുത്തതിന് ശേഷം അപ്പം തന്നെ ഈ ഒരു മുട്ടയുടെ ഈ ഒരു മിക്സിൽ നന്നായിട്ട് മുക്കി ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പരത്തി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു 4 എണ്ണം മുട്ടയുടെ ഒരു മിക്സിൽ മുക്കി നന്നായിട്ട് അതിൽ ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഒരു മാവും കൂടി പരത്തിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിലൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒരു മീഡിയം ചൂടായിട്ട് എടുക്കാണ് കേട്ടോ. ഒരുപാട് ഓവർ ചൂടല്ല, ഒരു മീഡിയം ചൂടായിട്ട് എടുക്കുന്ന ഓയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 എണ്ണം വെച്ചിട്ട് കൊടുത്തിട്ടാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഉള്ളിലെ ഫില്ലിംഗ് ഒന്നും വേകാനില്ല, പക്ഷേ പുറമേ ഉള്ള ഒരു മാവ് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇത് കണ്ടില്ലേ, ഈ ഒരു പരിപാടി വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കത്തുനിന്ന് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇഫ്താർ സ്പെഷ്യൽ മുട്ട വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കി എടുക്കാനാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഫില്ലിംഗ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. ആ ഒരു മാവൊന്ന് കുഴച്ചൊന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനിരിക്കുന്ന ഒരു സമയം മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു നോമ്പുതുറക്കൊക്കെ നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.